ആഗോള അയ്യപ്പ സംഗമത്തിലെ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്നവരുടെ വിവരങ്ങൾ 24-ന്. പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ടി കെ നായർ, മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ ജയകുമാർ, മുൻ DGP ജേക്കബ് പുന്നൂസ് ഉൾപ്പെടെ മുതിർന്ന IPS ഉദ്യോഗസ്ഥർ എന്നിവർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. ആഗോള അയ്യപ്പ സംഗമത്തിലുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഇൻവിറ്റേഷൻ ഒക്കെ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൃത്യം 9:30 തന്നെ സെപ്റ്റംബർ 20-ന് കൃത്യം 9:30 തന്നെ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. പ്രതിപക്ഷം ഉൾപ്പെടെ പങ്കെടുക്കണമെന്നാണ്. വീണ്ടും ഇപ്പോൾ 2 ദിവസം മാത്രമേ ഉള്ളൂ. എങ്കിലും ഞങ്ങൾക്ക് വീണ്ടും അഭ്യർത്ഥിക്കുവാനുള്ളത് പ്രതിപക്ഷം പങ്കെടുക്കണമെന്ന് തന്നെയാണ്. ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, അയ്യപ്പ സംഗമത്തിന്റെ ഫൈനൽ ഷെഡ്യൂളായി എന്നാണോ ദേവസ്വം ബോർഡ് പറയുന്നത്? ആ വിഷയത്തിൽ ഒരുക്കങ്ങളെ പറ്റി പറയുന്നത് എന്താണ്? ഇന്നലെ ഈ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി, ഈ ഗോൾഡ് ക്ലാഡഡ് ആ പ്ലേറ്റിൽ 4 കിലോ കാണാതായി എന്നുള്ളതിൽ ഹൈക്കോടതി പറയുന്ന അതിഗുരുതരമായ വിമർശനങ്ങളിൽ ദേവസ്വം ബോർഡ് നിലപാടെന്താണ് ജയശങ്കർ? അതായത് ആശ്മി, ആഗോള അയ്യപ്പ സമൂഹവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ തന്നെ പമ്പയിൽ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഷെഡ്യൂൾ ഉൾപ്പെടെ പ്രാഥമികമായി ദേവസ്വം ബോർഡ് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ മാത്രമാണ് ചില മാറ്റങ്ങൾ വരുത്താനുള്ളതെന്നാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. ഈ സെഷനുകളിൽ ഒന്നാമത്തെ സെഷൻ ശബരിമല മാസ്റ്റർ പ്ലാൻ ആണ്. ഒപ്പം തന്നെ 2 സ്പിരിച്വൽ ടൂറിസം, 3 ഗ്രൗണ്ട് മാനേജ്മെന്റ്, അതായത് ശബരിമല തിരക്കുകൾ ക്രമീകരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണുള്ളത്. എന്തായാലും ഇതിൽ തന്നെ വളരെ വിദഗ്ധരായ മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ടി കെ നായർ, മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ ജയകുമാർ, മുൻ DGP ജേക്കബ് പുന്നൂസ് ഉൾപ്പെടെ വിവിധ ഉദ്യോഗസ്ഥർ ഈ മേഖലകളിലൊക്കെ തന്നെ പ്രമുഖരായ ആളുകളാണ് വിവിധ സെക്ഷനുകളിൽ ഇവിടെ എന്തായാലും എത്തിച്ചേരുക. കൃത്യം 10:30 തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. ഒപ്പം തന്നെ അല്പസമയത്തിനകം തന്നെ ഈ ആഗോള സംഘവുമായി ബന്ധപ്പെട്ട അവലോകന യോഗം പമ്പയിൽ ആരംഭിക്കും. ഈ അവലോകന യോഗത്തിന് ശേഷം 12 മണിയോടുകൂടി മന്ത്രി വി.എൻ. വാസവൻ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് നിലവിൽ നൽകിയിരിക്കുന്ന അറിയിപ്പ്. എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിനിടെ ഈ ഹൈക്കോടതി ഉൾപ്പെടെ രൂക്ഷമായി ഉയർത്തുന്ന ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉൾപ്പെടെ അന്വേഷണം നടക്കട്ടെ എന്നൊരു നിലപാടാണ് നിലവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുള്ളത്. ഈ ദ്വാരപാലകളുടെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൈക്കോടതി കാര്യങ്ങൾ ബോധിപ്പിച്ചെന്നും ഹൈക്കോടതി തൃപ്തികരമായ മറുപടിയാണ് നൽകിയതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു. പിന്നെ 2019-ലെ ഈ സ്വർണ്ണപ്പീഠവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഒപ്പം തന്നെ ഈ സ്വർണം കാണാനില്ല എന്ന വിഷയത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള അന്വേഷണം നടന്നാലും ഈ ബന്ധപ്പെട്ട ഏതെങ്കിലും ദിവസം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായും അവർക്കെതിരെ നടപടി ഉണ്ടാവും. ഒരു അന്വേഷണത്തിൽ ഭയമില്ല. ജയശങ്കർ, ഈ ഉത്തരവ് പുറത്തു വരുമ്പോൾ കുറച്ചുകൂടി ഗുരുതരമായ കാര്യങ്ങൾ കോടതി പറയുകയാണ്. കോടതി പറയുന്നത് ഇത് 99-ൽ തന്നെ ഇത് സ്വർണം പൂശിയതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതാണ്. അത് നല്ല കൺസിഡറബിൾ എമൗണ്ട് ഓഫ് സ്വർണം എന്ന് തന്നെയാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. അങ്ങനെ പൂശിയ സ്വർണം 2019-ൽ സ്വർണത്തിന് മേൽ സ്വർണം പൂശാൻ കഴിയുന്നത് എങ്ങനെ എന്ന ചോദ്യം ചോദിക്കുന്നു. ഇനി ആ സ്വർണം പൂശിയെങ്കിൽ ഈ പറയുന്ന തൂക്കം 4 കിലോ തൂക്കം നഷ്ടമായെങ്കിൽ അതിന് ഏറ്റവും പോസിബിലിറ്റി സ്വർണം തന്നെ പോയതാകാം എന്നാണ് കോടതി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 4 കിലോ സ്വർണം പോയതിനെ പറ്റിയാണ് കോടതി പറയുന്നത്. മാത്രമല്ല, തിരികെ കൊണ്ടുവരുമ്പോഴേക്കും തൂക്കം രേഖപ്പെടുത്താത്തതിനെപ്പറ്റി കോടതി പറയുന്നത് അത് മനഃപൂർവ്വമാണോ എന്ന് വേണമെങ്കിൽ സംശയിക്കാം. ഈ ക്രമക്കേടുകൾ മറച്ചുവെക്കാൻ ആരും ഈ പറയുന്ന സാധനം സ്പോൺസർ കൊണ്ടുപോകുമ്പോൾ ആരും കൂടെ പോയില്ല എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ക്രമക്കേടിൻ്റെയും അങ്ങേയറ്റം അനാസ്ഥയുടെയും വാക്കുകളാണ് കോടതി പറയുന്നത്. അതിന് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ കുറ്റമുണ്ടെങ്കിൽ ഉടനെ നടപടിയെടുക്കാം എന്നതിൽ മാത്രം ഒതുങ്ങുന്നതാണോ ജയശങ്കർ ആ വിമർശനം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെങ്കിലും നടക്കട്ടെ. നിലവിൽ ഈ ദേവസ്വത്തിന്റെ തന്നെ വിജിലൻസ് ആണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണത്തിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി ഉണ്ടാവും. ഹൈക്കോടതി തന്നെയാണ് ദേവസ്വത്തിന്റെ വിജിലൻസിനെ, ദേവസ്വം വിജിലൻസ് SP-യെ ഈ അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത്. അത് തങ്ങളുടെ സംവിധാനത്തിൽ തന്നെ വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. എന്തായാലും അതിന്റെ അന്വേഷണം നടക്കട്ടെ. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിൽ നടപടി എടുക്കാമെന്നാണ് എന്തായാലും നിലവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. പ്രത്യേകിച്ചൊന്നും മറയ്ക്കാനില്ല എന്നും ആശങ്കകളില്ല എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അന്വേഷണം നടക്കട്ടെ എന്നൊരു നിലപാടിൽ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉറച്ചു നിൽക്കുകയാണ്. ഓരോ വർഷങ്ങളിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ മാറി വരും. ആ തരത്തിൽ ഏതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടാകാമെന്നാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും അന്വേഷണത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വാഗതം ചെയ്യുകയാണ്. അന്വേഷണത്തിൽ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഏത് ഉദ്യോഗസ്ഥനെതിരെ വേണമെങ്കിലും നടപടി സ്വീകരിക്കാമെന്നും വീഴ്ച പരിശോധിക്കാമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറയുകയാണ്. ആശ്മി, ഓക്കെ, എന്തായാലും അതിൽ അന്വേഷണം ഉണ്ടാവും, നടപടി ഉണ്ടാവട്ടെ. കോടതി പറയുന്നത് ശബരിമല പോലെ ഒരുപാട് വിശ്വാസികൾ വിശ്വസിക്കുന്ന ഒരു സ്ഥലത്തിന്റെ ഇന്റഗ്രിറ്റി കളയരുത് എന്നടക്കമുള്ള കോടതി കടുത്ത വിമർശനമാണ് ഇടക്കാല ഉത്തരവിൽ കോടതി പറഞ്ഞു വെക്കുന്നത്. അന്വേഷണം ഉണ്ടാവട്ടെ. 4 കിലോ അത് കോപ്പറാണോ സ്വർണ്ണമാണോ രണ്ടാണെങ്കിലും നഷ്ടമായതിലുള്ള ആരാണതിന് കാരണക്കാർ എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരട്ടെ. അയ്യപ്പ സംഗമവും നടക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.